നമസ്കാരം. പ്രളയക്കെടുതിയിൽ നാടുമുങ്ങുമ്പോൾ യാതൊരു രീതിയിലും ഇത് തന്നെയൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ നടക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കെ ജെ ഷൈൻ ടീച്ചർ രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ടീച്ചറുടെ പ്രതികരണം ഒന്ന് കാണാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ ഈ ദുഃഖവെള്ളി, ദുഃഖവ്യാഴം അല്ലെങ്കിൽ പെസഹ വ്യാഴം എന്നൊക്കെ വിശ്വാസികളായിട്ടുള്ള ക്രിസ്തുമത വിശ്വാസികൾ വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായി പറയാറും അതിൻ്റെ ആ ദിവസങ്ങൾ പരിശുദ്ധമായി ആചരിക്കാറുമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നുണയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വച്ചിരിക്കുകയാണ്. അത് വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നുണകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം കേരളം വീണ്ടും അതിഭീകരമായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു കാലാവസ്ഥാ സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കണ്ടതുപോലെ പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം, കേരളത്തിലെ വടക്കൻ ജില്ലകൾ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ഒക്കെ കാലവർഷക്കെടുതിയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതുപോലെ വെള്ളപ്പൊക്കവും ഒക്കെ അഭിമുഖീകരിച്ച് പ്രയാസപ്പെട്ട് അത്യന്തം ആശങ്കയോടുകൂടി തങ്ങളുടെ ജീവനും ജീവിത സാഹചര്യവും രക്ഷപ്പെടുത്തുന്ന തത്രപ്പാടിൽ ഒക്കെ നിൽക്കുന്നൊരു അന്തരീക്ഷത്തിൽ, കേരളത്തിലെ ജനങ്ങളാകെ ഭീതിതമായി നിൽക്കുന്നൊരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ചിത്രം നമ്മളെല്ലാവരും കാണുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ യാത്ര നടത്തുന്ന അവസരവും നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം മാധ്യമപ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് ഭക്ഷണം കഴിച്ചുകൂടെ? യഥാർത്ഥത്തിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളൊരു പ്രയോഗം നമുക്കറിയാം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് വാഴ വെട്ടുക എന്നുള്ളത് മാത്രം അടർത്തിയെടുത്ത് എന്താ വാഴ വെട്ടിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കേൾവിക്കാർ തീർച്ചയായും അതിന് മറുപടി പറയുക, എന്താണ് വാഴ വെട്ടിയാൽ കുഴപ്പം എന്നാണ്. വാഴ വെട്ടേണ്ടതല്ലേ? പുല പാകമായി കഴിഞ്ഞാൽ വാഴ വെട്ടേണ്ടതല്ലേ? അല്ലെങ്കിൽ പുലയ്ക്കാത്ത വാഴ വെട്ടിക്കളയേണ്ടതല്ലേ? സ്വാഭാവികമായും അതെ എന്നുള്ളൊരു ഉത്തരം ലഭിക്കും. ഇത്തരത്തിലുള്ള ഒരു മുടന്തൻ ന്യായമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ പതിവ് നുണ പ്രസ്താവനകളുടെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. എനിക്ക് ഭക്ഷണം കഴിച്ചുകൂടെ? സ്വാഭാവികമായും ആ ചോദ്യത്തിന് എല്ലാ മനുഷ്യരും ലോകത്ത് എവിടെ ചെന്നാലും തീർച്ചയായും ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നുത്തരം ലഭിക്കും. പക്ഷേ തിരിച്ച് പുര കത്തുന്ന സമയത്ത് തീർച്ചയായും ആ കത്തുന്നത്, തീ അണയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് നമ്മൾ പറയും. അപ്പോൾ പുര കത്തുന്നത് മാറ്റി നിർത്തുകയും വാഴ വെട്ടിക്കൂടെ എന്നുള്ള ചോദ്യം ഉയർത്തുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ്, ഒരു രക്ഷാതന്ത്രമാണ് ഇദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഭക്ഷണം കഴിക്കാം, സദ്യയിൽ പങ്കെടുക്കാം, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാം. പക്ഷേ ഇവിടെ നാട് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വവും പരിഗണനയും ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആണ് അദ്ദേഹം വിരുന്ന് സൽക്കാരത്തിന് പോയത് എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ അദ്ദേഹം അമ്മായിയച്ഛനെ കാണാൻ വേണ്ടി ഇതേ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യവും നേതൃത്വവും ഒരു ദുരന്ത നിവാരണ സന്ദർഭത്തിൽ അത്യന്തം ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയി എന്നുള്ളതാണ് പ്രശ്നം. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തുകൂടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ചെയ്യണം. പക്ഷേ ആ സന്ദർഭവും സാഹചര്യവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സാമാന്യ വിവേകവും ബുദ്ധിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ നുണകൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക വാചകങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ട്രൂത്തോമീറ്റർ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. ട്രൂത്തോമീറ്റർ, അതും ഒരു മുഖ്യമന്ത്രി പറയുന്നതിനെ പരിശോധിക്കാൻ, അദ്ദേഹം നുണയാണോ പറയുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി
മാധ്യമങ്ങൾ പോലും അത്തരം ഒരു വാചകം ഉപയോഗിക്കുകയാണ്. ട്രൂത്തോമീറ്റർ ഉപയോഗിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെ പരിശോധിക്കാം. അദ്ദേഹം വായ തുറന്നാൽ നുണ മാത്രം പറയുന്ന, സാധാരണഗതിയിൽ സൈക്കോളജിയിൽ പറയാറുണ്ട് ഒരു വ്യക്തിയുടെ സ്ഥായിയായ സ്വഭാവം, അതിനെ പറയുന്നത് കാർഡിനൽ ട്രെയ്റ്റ് എന്നാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാർഡിനൽ ട്രെയ്റ്റ് എന്താണെന്ന് വെച്ചാൽ ശുദ്ധ നുണ പറയുക എന്നാണ്. മഹാത്മാഗാന്ധിയുടെ കാർഡിനൽ ട്രെയ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്യം പറയുക എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാർഡിനൽ ട്രെയ്റ്റ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ വാക്കുപാലിക്കുക, അചഞ്ചലമായി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ കാർഡിനൽ ട്രെയ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നുണ പറയുക എന്നുള്ളതായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഖേദത്തോടുകൂടി പറയേണ്ടി വന്നതിൽ അതിയായ വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നാടിനെ പിടിച്ചുലച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടി വന്നിട്ടില്ല. നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട അവസ്ഥ അദ്ദേഹം തന്നെ ഉണ്ടാക്കുകയാണ്. വാർത്താ സമ്മേളനങ്ങളിൽ പോലും വ്യക്തതയില്ല. വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി നൽകാൻ വി ഡി സതീശന് കഴിയുന്നില്ല. മറിച്ച് മാധ്യമങ്ങളെ അധിക്ഷേപിച്ച്, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് വി ഡി സതീശൻ കൈക്കൊള്ളുന്നത്. നമുക്കറിയാം, പ്രളയക്കെടുതിയിലാണ് കേരളമുള്ളത്. ആ പ്രളയക്കെടുതിയുടെ സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ശ്രമം നടത്തിയത്. ആ ഏകോപനത്തിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഒരു നാട് മുഴുവൻ മുങ്ങിത്താഴുന്ന ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദുരന്തമുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറക്കുകയായിരുന്നു. ആരെ കാണാനാണ്? അമ്മായപ്പനെ കാണാൻ വേണ്ടിയാണ്. അമ്മായപ്പനെ പോയി കണ്ടു, തിരിച്ചു വന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ഹെലികോപ്റ്ററിൽ ആരെ കാണാനാണ് പോയതെന്ന് ചോദിച്ചപ്പോ ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയതാണെന്നാണ് പറഞ്ഞത്. ഏത് ഇൻവെസ്റ്റർ എന്ന് ചോദിച്ചപ്പോ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല അത്രേ എന്നാണ് പറഞ്ഞത്. ആരാണ് ആ ഇൻവെസ്റ്റർ? ആ ഇൻവെസ്റ്റർ അമ്മായപ്പനാണോ എന്ന രീതിയിലുള്ള പരിഹാസ കമന്റുകൾ, ട്രോളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. മാത്രവുമല്ല, സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് നടക്കുകയായിരുന്നു വി ഡി സതീശൻ. മാത്രവുമല്ല, അദ്ദേഹം ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ റാന്നിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. വെള്ളത്തിൽ മുങ്ങി ആളുകൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലമുറയിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ത് അലേർട്ടാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ജനങ്ങൾ എല്ലാവരും വിളിച്ചു ചോദിക്കുകയായിരുന്നു. ഒപ്പം അതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു. പച്ച അലേർട്ടാണോ, ചുവന്ന അലേർട്ടാണോ, ഓറഞ്ച് അലേർട്ടാണോ ഒന്നും നിങ്ങൾ പറയുന്നില്ല. എപ്പോഴാണ് ഇറങ്ങി ഓടേണ്ടത് എന്ന കാര്യമെങ്കിലും പറയണേ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ മുഴുവൻ എന്തുകൊണ്ടൊരു വാർത്താ സമ്മേളനം പോലും വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ബഹുകേമമായി. ഒരു മുഖ്യമന്ത്രി പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയൊക്കെ പെരുമാറരുത് എന്ന് നമ്മൾ വി ഡി സതീശനിലൂടെ കണ്ടു. യു ടേൺ അടിയും ക്യാപ്സ്യൂൾ ഇറക്കലും അതൊക്കെയായിരുന്നു നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. എന്തായാലും കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രതികരണം നല്ല ഗംഭീരമായിട്ടുള്ള പ്രതികരണമാണ്. തീർച്ചയായും പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾ ഇത്തരത്തിൽ കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന കേരളത്തിന്റെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചാൽ, അലംഭാവം കാട്ടിയാൽ തീർച്ചയായും ഇങ്ങനെ തട്ടി തന്നെ ചോദിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കണം. ജനങ്ങളുടെ നാവായി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ കെ ജെ ഷൈൻ ടീച്ചറിനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ, പ്രളയക്കെടുതി അനുഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്ക് അവിടെ കൂടുതലും കാണാൻ സാധിക്കുന്ന DYFI പിള്ളേരെയും ഒപ്പം SFIയുടെ പിള്ളേരെയും CPMന്റെ പ്രവർത്തകരെയും ഒക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അധികാരമില്ലെങ്കിലും അവർ ജനങ്ങൾക്കൊപ്പമാണ്. ഈ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടും ആളുകളെ പല രീതിയിലൊക്കെ രക്ഷിച്ചുകൊണ്ടുവന്നും എന്തായാലും റീൽസ് എന്ന തിരക്കിലൊന്നും അല്ല കേട്ടോ ഈ പറയുന്ന DYFIക്കാരും അതുപോലെ തന്നെ SFIക്കാരും CPMകാരും ഒന്നും. പക്ഷെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, സമൂഹ മാധ്യമങ്ങൾ തുറന്ന വി ഡി സതീശൻ തുടങ്ങി അങ്ങ് താഴെ ഇടയിലുള്ള കോൺഗ്രസിന്റെ മെമ്പർമാർ വരെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇതൊരു റീൽസിനുള്ള അല്ലെങ്കിൽ ഒരു PR വർക്ക് നടത്തി ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് ആളുകൾ ധരിപ്പിക്കാനുള്ള എന്തോ ഒന്നാക്കി പ്രളയക്കെടുതിയെ കാണുകയാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. എന്തായാലും കേരളം ഇങ്ങനെ മുങ്ങിത്താഴുന്ന സമയത്ത് സത്യത്തിൽ ഒരു സർക്കാർ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ച് ജനങ്ങളെ മട്ടിപ്പിക്കരുത് കേട്ടോ. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പോകുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെ, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും കൊണ്ട്
പലയിടങ്ങളിലും പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ ഈ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കഷ്ടം തന്നെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.